പ്രശസ്ത എഴുത്തുകാരൻ മരിയോ വർഗാസ് യോസ അന്തരിച്ചു. 89 വയസ്സായിരുന്നു. നൊബേൽ സമ്മാന ജേതാവും ലാറ്റിൻ അമേരിക്കൻ സാഹിത്യത്തിലെ കുലപതികളിൽ ഒരാളുമാണ്. VS സനോജാണ് വിവരങ്ങളുമായി ചേർന്നത്. സനോജ്, എപ്പോഴായിരുന്നു സംഭവം? മരിയോ വർഗാസ് യോസ വിട പറഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ ലാറ്റിൻ അമേരിക്കൻ സാഹിത്യത്തെ ലോകത്തിന് മുന്നിൽ വലിയ രീതിയിൽ വലിയ ഒരു സ്വീകാര്യതയിലേക്ക് അവതരിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകാരൻ എന്ന്, ഒരുപക്ഷെ മാർക്കീസിനെ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകാരൻ എന്ന് പറയാവുന്ന യോസ മരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മരണവാർത്ത അദ്ദേഹത്തിന്റെ മകൻ, പത്രപ്രവർത്തകനായിട്ടുള്ള അദ്ദേഹത്തിന്റെ മകൻ തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അറിയിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി ആയിരുന്നു മരണം. ഏതായാലും നോബൽ പ്രൈസ് ഉൾപ്പെടെയുള്ള ലോകത്തിലെ, എനിക്ക് തോന്നുന്നു യോസയ്ക്ക് അന്താരാഷ്ട്ര തലത്തിൽ ഇനി ഒരു പുരസ്കാരവും കിട്ടാൻ ബാക്കിയില്ല എന്ന് പറയാവുന്ന തരത്തിലേക്ക് ലിറ്ററേച്ചറിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു എഴുത്തുകാരൻ, പെറുവിയൻ എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന് 89 വയസ്സായിരുന്നു. എനിക്ക് തോന്നുന്ന ഒരു കാര്യം, നമ്മൾ മാർക്കീസിനെ ലോകം മുഴുവൻ ലിറ്ററേച്ചറിന്റെ കാര്യത്തിൽ ആഘോഷിക്കുന്ന സമയത്ത് പല ഘട്ടങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട ചില നീരസങ്ങൾ ഉൾപ്പെടെ, വിമർശനങ്ങൾ ഉൾപ്പെടെ ഉന്നയിച്ച ഒരു എഴുത്തുകാരൻ കൂടിയാണ്. അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കയിൽ ഒരു വശത്ത് മാർക്കീസ് ഉണ്ടെങ്കിൽ മറുവശത്ത് യോസയുണ്ട് എന്ന് പറയാറുണ്ട്. ആ രീതിയിൽ വലിയ പ്രാധാന്യമുള്ള എഴുത്തുകാരനായിരുന്നു അദ്ദേഹം തന്നെ. അദ്ദേഹത്തിന്റെ അഭിമുഖങ്ങളിൽ എനിക്ക് എഴുതാൻ മാത്രമാണ് അറിയാവുന്നത്, എഴുത്ത് മാർക്കറ്റ് ചെയ്യാൻ അറിയില്ല എന്ന് പറയുന്ന സാഹചര്യം, അത് മാർക്കേസിനെ ഉൾപ്പെടെ ഉദ്ദേശിച്ചാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ഒരുപക്ഷെ മലയാളത്തിൽ ടി പത്മനാഭനും തമ്മിലുള്ള ഒരു അസ്വാരസ്യത്തെ, സാഹിത്യത്തിലുള്ള ഒരു വേറെ തരം അസ്വാരസ്യത്തിന് സമാനമായ തരത്തിലേക്ക് രണ്ട് പക്ഷങ്ങളിൽ നിന്ന ആളുകളാണ് രണ്ടുപേരും. അതേസമയം ഈ ഏകാധിപത്യങ്ങൾ എല്ലാ കാലത്തും എല്ലാ സമൂഹങ്ങളിലും ഒരുപോലെ തന്നെയാണ്. എക്കാലത്തും അതിനെതിർക്കുക എന്നുള്ളത് സാഹിത്യത്തിന്റെ ഒരു വലിയ ലക്ഷ്യമാണ് എന്ന് ഉറക്കെ പറഞ്ഞ ഒരു എഴുത്തുകാരൻ കൂടിയാണ് യോസ. നോബൽ പ്രൈസ് അദ്ദേഹത്തിന് 2010 കിട്ടുന്നത്. വളരെ പ്രശസ്തമായ പുസ്തകമാണ്. മലയാളത്തിൽ അതിന്റെ പരിഭാഷ ഉൾപ്പെടെ ഇറങ്ങിയിട്ടുണ്ട്. ഫീസ്റ്റ് ഓഫ് ദി ഗോഡ് എന്ന് പറയുന്ന പുസ്തകം. ഏതായാലും വലിയ നേട്ടങ്ങൾ സൃഷ്ടിച്ച ഒരു പെറുവിയൻ എഴുത്തുകാരനാണ് യോസ. എക്കാലത്തും വായനാ സമൂഹം ഓർക്കും. അദ്ദേഹം ലാറ്റിൻ അമേരിക്കയെ സംബന്ധിച്ച് ലോകത്തെ പരിചയപ്പെടുത്തുന്നതിൽ, അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിൽ വലിയ കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു വലിയ എഴുത്തുകാരൻ എന്ന് തന്നെ. പ്രശസ്ത എഴുത്തുകാരൻ മരിയോ വർഗാസ് യോസ അന്തരിച്ചു. അദ്ദേഹത്തെ അനുസ്മരിക്കുകയായിരുന്നു VS സനോജ്.